Please like and subscribe. അങ്ങനെ നമ്മുടെ ഒഫീഷ്യൽ മലേഷ്യൻ ട്രിപ്പ് ആരംഭിക്കുകയാണ്. ഇപ്പം നമ്മൾ മലേഷ്യയിലേക്കുള്ള യാത്രയാണ്. ഇപ്പം നമ്മൾ നേരെ ഫ്ലാറ്റിൽ നിന്ന് ബാംഗ്ലൂർ എയർപോർട്ടിലേക്ക് എത്തി. ഇനി എയർപോർട്ടിൽ നിന്ന് നമുക്ക് നേരെ മലേഷ്യക്കുള്ള ഫ്ലൈറ്റ് പിടിക്കണം. നേരെ നമ്മൾ ആദ്യം പോകുന്നത് ലങ്കാവിയിലേക്കാണ് കേട്ടോ. ലങ്കാവിയിലെ കാഴ്ചകളാണ് ഈ എപ്പിസോഡിലുള്ളത്. ഇപ്പം നമ്മളിത് ബാംഗ്ലൂർ എയർപോർട്ടിൽ ഇങ്ങനെ കറങ്ങി നടന്നുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും കാണാൻ മാത്രം ഉണ്ട് കേട്ടോ ബാംഗ്ലൂർ എയർപോർട്ട്. ഇത് പുതിയ ടെർമിനലാണ്, അടിപൊളിയാണ്. കാണുന്ന സ്ഥലമാണ് നമ്മുടെ ഡ്യൂട്ടി ഫ്രീ. ഇവിടെയൊക്കെ നമുക്ക് നിൽക്കാൻ തോന്നും, ബട്ട് നമുക്കിപ്പോൾ പോകുമ്പോൾ അതിൻ്റെ ആവശ്യമില്ലാത്തത് കൊണ്ട്, ലങ്കാവിയിലേക്കായതുകൊണ്ടും നമ്മളവിടെ നിൽക്കുന്നില്ല. നമ്മളിങ്ങനെ എയർപോർട്ട് എക്സ്പ്ലോർ ചെയ്തുകൊണ്ട് ഈ സമയം നമ്മൾ കുറച്ച് നേരത്തെ എത്തി. നമുക്ക് സമയമുണ്ട്. അപ്പം നമ്മളിങ്ങനെ നമ്മുടെ ഫ്രണ്ട്സും ഉണ്ട്. അപ്പം അവർ നേരത്തെ എത്തിയിട്ടുണ്ട്. അപ്പം അവരെ മീറ്റ് ചെയ്യാൻ പോയി, അവരെ കണ്ടു. എന്നിട്ട് ഞാനിങ്ങനെ ക്യാമറയൊക്കെ എടുത്ത് ഇറങ്ങി. ഇതാ നമ്മളിതാ ഫ്ലൈറ്റ് ഇൻഡിഗോയിലാണ് പോണേ. ഇൻഡിഗോ ഫ്ലൈറ്റിൽ കയറുന്നു. നമ്മുടെ എയർ ഹോസ്റ്റസ് ചേച്ചി അവിടെ നിൽക്കുന്നുണ്ട്. ഈ ഫ്ലൈറ്റിലുള്ള ക്ലിപ്സ് ഒന്നും അങ്ങനെ എല്ലാവരും സ്ഥിരം കാണാനല്ലേ. അങ്ങനെ നേരം വെളുത്തു. നമ്മളിതാ ലങ്കാവിയുടെ മുകളിൽ കൂടെ പറന്നുകൊണ്ടിരിക്കുകയാണ്. കറക്റ്റായിട്ട് ഇതാ എന്ത് രസമല്ല വെള്ളം കാണാൻ. നമ്മളിങ്ങനെ മെല്ലെ ലാൻഡ് ചെയ്ത്, അതായത് ഇത് നമ്മളൊരു പാക്കേജ് ഇവിടെ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഡ്രൈവർ പുള്ളി നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് ദിവസം നമ്മൾ ലങ്കാവി എയർപോർട്ടിൽ ഇറങ്ങി പുള്ളി നമ്മളെ പിക്ക് ചെയ്യാൻ വന്നു. പക്ഷെ ഇവിടുത്തെ വണ്ടികളൊക്കെ അടിപൊളി കേട്ടോ. ഒരു ടാക്സി, ഞങ്ങൾ 3 പേർക്ക് പോകാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള വണ്ടിയാണ് കാണുന്നത്. അടിപൊളി വണ്ടിയാണ്. ഇവിടെ കൂടുതൽ പോപ്പുലേഷൻ മലൈക്കാരും തമിഴ് ആൾക്കാരാണ്. ഈ പുള്ളി ഡ്രൈവർ ചേട്ടൻ തമിഴാണ്. പക്ഷെ ജനിച്ചു വളർന്നതൊക്കെ ഇവിടെ തന്നെയാണ്. ഇവിടെ പക്ഷെ തമിഴ് നന്നായിട്ട് അറിയാം. എന്നിട്ട് തമിഴ് ഇംഗ്ലീഷ് നന്നായിട്ട് അറിയാം. ഇന്ത്യയിലേക്ക് ആകെ ഒരു പ്രാവശ്യം വന്നിട്ടുള്ളൂ എന്ന് പറഞ്ഞു, അധികം വന്നിട്ടില്ല. പുള്ളി ഇങ്ങനെ ഇവിടുത്തെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ മലേഷ്യ ലങ്കാവി ഡ്യൂട്ടി ഫ്രീ ആണ്, ഐലൻഡാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ എന്താ പറയുക, നമ്മുടെ നാട്ടിൽ പട്ടായയിലും അവിടെയൊക്കെ പോണ പോലെ വരുന്നൊരു സ്ഥലമാണെന്നാണ് പറഞ്ഞത്. പിന്നെ 2006 സുനാമിയിൽ ഇവിടെ കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നത് പറയാം. ഒരു കുട്ടി ഒലിച്ചുപോയി വെള്ളത്തിൽ, അത് കണ്ട് പിറ്റേ ദിവസം അല്ലെ ആദ്യ ദിവസം തന്നെ സുനാമിയിൽ തിരിച്ചു വന്നു. അങ്ങനത്തെ കുറച്ച് കഥകളൊക്കെ പുള്ളി നമുക്ക് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് തരണം. മലേഷ്യയിൽ ഈ സുനാമിയിൽ അങ്ങനത്തെ ഒരു മിറാക്കിൾ ഉണ്ടായെന്നൊക്കെ പറഞ്ഞ് നമ്മളതൊക്കെ കേട്ട് പുള്ളിയുടെ കൂടെ വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇതിങ്ങനെ അധികം ഡിസ്റ്റൻസ് വീതിയില്ല കേട്ടോ. ലങ്കാവി ചെറിയൊരു ദ്വീപാണ്. ഇതുപോലെ കുറേ ദ്വീപുകളുണ്ട് ഇവിടെ. ആകെ കുറച്ച് ദ്വീപുകളിൽ മാത്രമാണ് ആൾത്താമസമുള്ളൂ. അതിൽ ഏറ്റവും കൂടുതൽ ആൾത്താമസമുള്ളൊരു ദ്വീപാണ് ലങ്കാവി. മെയിനായിട്ട് ടൂറിസം തന്നെ ഇവിടെ. ഏറ്റവും കൂടുതൽ ഇവിടെയുള്ള ബിസിനസ് എന്ന് പറഞ്ഞാൽ ടൂറിസം തന്നെ. വേറെ പ്രത്യേകിച്ച് പിന്നെ എന്താ, എന്ത് രസമുള്ള നീല കളറുള്ള പച്ച കളറുള്ള വെള്ളം. പിന്നെ ഇഷ്ടം പോലെ പ്രൈവറ്റ് യാർഡ്സ് ഉണ്ട് കേട്ടോ. അതൊക്കെ നമുക്കിപ്പോൾ അത്ര സമയമില്ല, ഉണ്ടെങ്കിൽ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാറുണ്ട്. നമ്മൾ പോയിട്ടുണ്ട്, വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. അടിപൊളി എന്താ പറയുക, ഒരു യൂറോപ്യൻ ടച്ച് അല്ലേ ഇവിടുത്തെ. ഇത് എവിടെ പോയാലും മലേഷ്യ ആയാലും എന്താ പറയുക ബാങ്കോക്ക്, എല്ലാവരും യൂറോപ്യൻ ടച്ച്. പിന്നെ ഇവിടുത്തെ വണ്ടികളൊക്കെ അടിപൊളി സ്റ്റാൻഡേർഡ് കിടിലൻ വണ്ടികളായിരിക്കും. അത് നമ്മൾ 3 പേർക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള വണ്ടിയാണത്. അടിപൊളി ഒരു ഹെയ്സിൻ്റെ വഴിയൊക്കെ നോക്കി നോക്കിയാൽ സൂപ്പർ വഴികളല്ല. 2 സൈഡിലും നല്ല ഗ്രീനിഷ് ആയിട്ട് അടിപൊളി വഴിയാണ്. നമ്മളിപ്പോൾ ഫസ്റ്റ് ഡേ തന്നെ നേരെ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു സ്ഥലത്തേക്ക് ഒരു ട്രിപ്പിലേക്ക് പോവാണ്. അപ്പം അതിന് മുന്നേ പോണ വഴിക്ക് ഒരു ഇതുണ്ട, ഹോട്ടൽ ഡാന. ഇത് ഷാറൂഖ് ഖാൻ്റെയാന്ന് പറഞ്ഞത്. ഷാറൂഖ് ഖാൻ വരുമ്പോൾ ഇവിടെ വരുമ്പോൾ താമസിക്കേണ്ടതെന്ന് പറഞ്ഞത്. നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു കേബിൾ കാറിൻ്റെ പരിപാടിയിലേക്കാണ്. അതായത് 2 മലകളെ ബന്ധിപ്പിച്ചിട്ട് ഒരു കിടിലൻ കേബിൾ കാർ ഉണ്ട്. ആ കേബിൾ കാർ കാണാനാണ് നമ്മൾ പോണത് ഫസ്റ്റ്. അപ്പോൾ നമ്മൾ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തിട്ടില്ല, അതിന് മുന്നേ കേബിൾ കാർ കാണാൻ പോവാം. കേബിൾ കാറിൽ കയറാൻ അവിടെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. ടിക്കറ്റ് ഒക്കെ നമ്മുടെ പാക്കേജിന്റെ ഭാഗമായിട്ട് നമുക്ക് എടുത്തിട്ടുണ്ട്. ആർക്കെങ്കിലും പാക്കേജ് താല്പര്യം ഉണ്ടെങ്കിൽ എന്നെ ഇതിൻ്റെ ഇടയിൽ കമൻറ്റ് ചെയ്ത് ചോദിച്ചാൽ മതി, ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. നല്ല റീസണബിൾ ആണ്. ഇതാ കേബിൾ കാർ വന്നു. ആദ്യം കയറുമ്പോൾ നമ്മൾ മലമ്പുഴയിൽ നമ്മുടെ നാട്ടിൽ കണ്ടിട്ടില്ലേ, ഇതുപോലത്തേക്ക് തോന്നി. പക്ഷെ ഇത് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, കാണിച്ചു തരാം. എനിക്ക് ചെറിയൊരു പേടി ഉണ്ട്. മൊത്തത്തിൽ എനിക്ക് പേടി കൂടുതലാണ്. എന്നാലും ഇപ്പം ഭാര്യയും മോനും നമ്മുടെ അനിയത്തിയും എല്ലാവരും കയറിയിട്ടുണ്ട്.
എല്ലാവരും എക്സൈറ്റഡ് ആണ്. ഞാൻ മാത്രം കുറച്ച് എക്സൈറ്റഡ് വിത്ത് പേടിയുള്ളൂ. നിങ്ങൾ നോക്കി നോക്കിയേ എത്ര ഡിസ്റ്റൻസ് ഉണ്ടെന്ന്. എൻ്റെ പൊന്നോ, ശരിക്ക് ഒരു കിളി പോകുന്നൊരു അവസ്ഥയാണ്. പ്രത്യേകിച്ച് ഹൈറ്റ് പേടിയുള്ളവർക്കൊക്കെ. എന്നെ പോലെ പിന്നെ എല്ലാത്തിനും പേടിയുള്ളവർക്ക് എന്താ പറയാ, കുറച്ച് പേടിയുണ്ടാവും. പക്ഷെ എനിക്ക് ആദ്യം ഒരു പേടിയുണ്ടെങ്കിലും കുറച്ച് പോയപ്പോൾ പിന്നെ നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തിട്ടാ. താഴത്തേക്ക് നോക്കി നോക്കി ഫുള്ള് എന്താ പറയാ, അടിപൊളി മലയല്ലേ, കിടിലൻ മലയല്ലേ. ഓ, അതിന്റെ വലിപ്പം ഇത് നമ്മുടെ നാട്ടിലും ചെയ്യാവുന്നുള്ളൂ. മൂന്നാറൊക്കെ അടിപൊളിയായിട്ട് ചെയ്യാവുന്നുള്ളൂ. ഈ ഒരൊറ്റ പരിപാടി മാത്രം വെച്ചിട്ടാണ് ഇവിടെ ഇത്രയധികം ആൾക്കാർ ഇവിടേക്ക് വരുന്നത്. ഇപ്പൊ നമ്മളൊരു ഓഫ് സീസൺ ആയതുകൊണ്ടാണ് ഇത്രയധികം ആൾക്കാർ കുറവ്. നമ്മൾ അതിൽ നടുക്കില് ഒരു സ്ഥലത്ത് സ്റ്റോപ്പിൽ ഇറങ്ങിയേക്കാണ്. നമ്മൾ സ്റ്റോപ്പിൽ ഇറങ്ങി അവിടെ കുറച്ചൊരു ഫോട്ടോ പോയിന്റ്, നമുക്ക് ഫോട്ടോ എടുക്കാനും ഫുൾ കാഴ്ചകൾ കാണാനൊക്കെ ഉള്ള ഒരു ചെറിയ പോലെ. അപ്പൊ നമ്മൾ ആദ്യം അവിടെ ഇറങ്ങി. അവിടെ ഇറങ്ങിയിട്ട് ഇതാ കണ്ട മേഘങ്ങളൊക്കെ നോക്കിയ കാണാൻ മാത്രം ഉണ്ടല്ലേ. പാട്ടൊക്കെ പാടാൻ തോന്നുന്നുണ്ട് എനിക്ക്. കണ്ട അതൊരു ചെറിയൊരു സ്കൈ ബ്രിഡ്ജ് ആണ്. അപ്പൊ എല്ലാവരും ഇവിടെ ഇരുന്ന് ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ്. നമ്മളിത് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ആ കാണുന്നത് കണ്ട അതൊരു സ്കൈ വാക്ക് ആണ്, ഗ്ലാസ് സ്കൈ വാക്ക് ആണ്. അതിന്റെ മുകളിൽ കൂടെ നടക്കാനാണ് നമ്മളിനി അടുത്തത് പോകുന്നത്. എനിക്ക് നല്ല പേടിയാവുന്നുണ്ട്. പിന്നെ ഇവിടെ പ്രത്യേകിച്ച് കാഴ്ചകളൊന്നുമില്ല. നമുക്ക് നേരെ ആ സ്കൈ വാക്ക് ഇതിന്റെ അവിടേക്ക് പോവാം. അത് അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട് വീണ്ടും ഒരു ട്രാം പോലത്തെ ഒരു താഴത്തേക്കുള്ള ട്രാം പോലെ ചെറിയ ട്രെയിൻ അല്ല, താഴത്തേക്കുള്ള ഒരു ട്രാം ഒരു സാധനം. അപ്പൊ അതില് കയറാൻ വേണ്ടി നിൽക്കണം. ചുറ്റിലുള്ളതൊക്കെ ഇതൊക്കെ നമ്മുടെ ഫ്രണ്ട്സ് തന്നെ, നമ്മുടെ ഇവിടെ വന്നുള്ള ആൾക്കാർ തന്നെ. ബാക്കിയുള്ളതൊക്കെ കുറെ ഇന്ത്യക്കാർ തന്നെ കൂടുതൽ കിട്ടാം. ഇഷ്ടം പോലെ ടൂറിസ്റ്റുകൾ ഇന്ത്യക്കാരുണ്ട്. ഉണ്ടാവും. നമ്മൾ മെല്ലെ ട്രാമിൽ ഇങ്ങനെ താഴത്തേക്ക് ഇങ്ങനെ, അതിനധികം സ്പീഡില്ല, ഇങ്ങനെ മെല്ലെ മെല്ലെ ഇങ്ങനെ താഴത്തേക്ക് ഇങ്ങനെ ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടാ, മുകളിൽ നിന്ന് കാണുമ്പോ കണ്ടില്ലേ, അടിപൊളിയായിട്ട് ഇങ്ങനെ മെല്ലെ മെല്ലെ ഇങ്ങനെ സ്കൈ വോക്ക്. ഇത് കുറച്ച് പേടിക്കും. രണ്ട് സൈഡിലും ഒന്നുമില്ല, നടുക്കിലൊരു ഇത് മാത്രമേ ഉള്ളൂ കേട്ടാ. കുറച്ച് ധൈര്യം വേണം. അല്ല അങ്ങനെ എല്ലാവർക്കും അല്ല, ഈ ഹൈറ്റ് പേടിയുള്ളവർക്കൊക്കെ ചിലപ്പോൾ കുറച്ച് പേടിയാവും. എനിക്കൊക്കെ കുറച്ച് പേടിയായിരുന്നു. എന്നാലും നമ്മളത് കൂടെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നടന്ന് അവസാനിപ്പിച്ചു. കണ്ടാ, അവരൊക്കെ അതിന്റെ അവിടെ ഒരു സ്ഥലത്ത് ഒരു ഇതിട്ടുണ്ട്, ഒരു ചില്ലിട്ടിട്ട് അതിന്റെ ആ ഡെപ്ത് മനസ്സിലാവാൻ വേണ്ടിട്ടേ ഒരു ചില്ലിട്ടിട്ട് ഒരു സാധനം വെച്ചിട്ടുണ്ട്. ഫുൾ മലേഷ്യൻ ഫ്ലാഗ്സും എല്ലാം ഉണ്ട്. കണ്ടാവ് ദൂരെ നമുക്ക് ആ കേബിൾ കാറുകൾ പോണത് ഇങ്ങനെ കാണാൻ പറ്റും. കാണുമ്പോ ഒരു ചെറിയൊരു എന്താ പറയാ, ചെറിയൊരു പെട്ടി പോലെ അല്ലോ. ഇവിടെ ഫോട്ടോന്റെ പെരളിയാണ്. ഓ, ഇവിടെ ഉള്ള കുറെ എക്സിബിഷൻസ് അതിന്റെ മുകളിലുണ്ട്. കുറെ ഫോട്ടോസും അതിൽ നടന്നിട്ടുള്ള സംഭവങ്ങളെ കുറിച്ചൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അവിടെ. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൽ നിന്ന് ഇറങ്ങി നേരെ വേറൊരു സ്ഥലത്ത് ഇവിടെ കുറെ ലോക്കറ്റുകൾ, അതായത് പ്രേമിക്കുന്ന ആൾക്കാർ അവരുടെ പേര് എഴുതിയിട്ട് കുറെ ലോക്കറ്റുകൾ ഇടുന്നുണ്ട്. ഇതെന്താ, ഹുസൈൻ ഫുറൂസ, അലൻ വെലീസ്, എല്ലാവരും അവരുടെ ഭാര്യമാരുടെയും കാമുകിമാരുടെയും പേരൊക്കെ എഴുതി ലോക്കൊക്കെ ഇട്ട് നിൽക്കുക. അതിന്റെ ബാക്കിൽ കണ്ട അടിപൊളി കടലാണ് കേട്ടോ കാണുന്നത്. നല്ല പച്ചക്കടല്. ഞാനിപ്പോ കടലിനും പാലത്തിന്റെയും നടുക്കിൽ ഇങ്ങനെ നിന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇഷ്ടം പോലെ അടിപൊളിയല്ലേ ലോക്കറ്റുകൾ കാണാൻ. ഇഷ്ടം പോലെ ലോക്കറ്റുകളുണ്ട്. ആ മേഘം കാണുവാണ്, കടലും ഇതൊക്കെ കാണാൻ നല്ല അടിപൊളി ഭംഗിയല്ലേ. ഇതേപോലെ ലങ്കാവി ഒരു വെർത്തിട്ട് പ്ലേസ് ആണ്, കാണേണ്ട ഒരു അടിപൊളി സ്ഥലങ്ങളിൽ ഒന്നാണ്. പ്രത്യേകിച്ച് ഈ കേബിൾ കാർ. നമ്മളത് തിരിച്ച് കേബിൾ കാറിൽ നിന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ നേരെ അവിടെ തന്നെ അതിൻ്റെ താഴെ ഒരു മ്യൂസിയം ഉണ്ട്, 3D മ്യൂസിയം. അതായത് ഈ ഒരു ഫോട്ടോയിൽ ഇതിൽ നിന്ന് ഒരു മാർക്ക് കണ്ട 1 എന്നൊക്കെ, അവിടെ നിന്നിട്ട് ഫോട്ടോ എടുത്ത് അവിടെ നിന്നിട്ട് ആ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ആ ഒരു 3D ഇമേജിൽ കിട്ടും. ഇപ്പം നമുക്കിപ്പോൾ ഇവിടെ ഒരു ഐൻസ്റ്റീൻ്റെ ഫോട്ടോ വെച്ചിട്ടില്ലേ, അവിടെ നിന്നിട്ട് അവിടെ ഒരു കപ്പിൾസ് അപ്പോൾ അവിടെ ഫോട്ടോ നിൽക്കുന്നുണ്ട്. അപ്പം ആ ടെസ്റ്റ് ട്യൂബിലേക്ക് നിൽക്കുന്ന പോലത്തെ, ആ ടെസ്റ്റ് ട്യൂബിൽ ആൾ നിൽക്കുന്ന, ആ ബോട്ടിലിൽ ആൾ നിൽക്കുന്ന പോലെ നമുക്ക് കിട്ടും ഇതില് 3D അവിടെ നിന്ന് ഫോട്ടോ എടുത്ത്. കുറെ ഉണ്ട് കേട്ടോ ഈ 3D. ഇത് നമുക്ക് കണ്ടും മടുക്കും. അതിന്റെ എല്ലാ വിഷ്വൽസ് ഇട്ട് കഴിഞ്ഞൊന്നും കഴിയില്ല. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി തിരിച്ചു പോവാണ്. ഒരു പ്രത്യേക തരം കുരങ്ങന്മാരെ കണ്ട, നമ്മുടെ നാട്ടിലൊന്നുമില്ല, ഇവിടെ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞേ. എന്റെ പേര് വേറെ എന്തോ പറഞ്ഞു, എനിക്ക് അറിയുന്നവരൊന്ന് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ സന്തോഷമായിരിക്കും. പേര് ഞാൻ മറന്നുപോയി. ഒരു കണ്ണൊക്കെ ഉണ്ട്, ഒരു വെറൈറ്റി, ഇതൊരു സ്പെഷ്യൽ സ്പീഷീസ് എന്ന് പറഞ്ഞത്. അങ്ങനെ നമ്മൾ ആ പരിപാടിയൊക്കെ കഴിഞ്ഞു. നമ്മൾ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്ത് നമ്മൾ ഹോട്ടൽ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ, റിസോർട്ട് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അടിപൊളി റിസോർട്ട്, ബെല്ല വിസ്റ്റ എന്നാണ് നമ്മൾ താമസിച്ച ലങ്കാവിൽ താമസിച്ച റിസോർട്ടിന്റെ പേര്. ഒരു ചെറിയൊരു കൊട്ടാരം പോലെയൊക്കെ ഇല്ലേ കാണുമ്പോൾ, ഫ്രണ്ട് കാണുമ്പോൾ നല്ല അടിപൊളി ലോണും
ഇതൊക്കെ ആയിട്ട് നമ്മൾ വൈകിട്ട് ഒരു 5 മണിയാകുമ്പോൾ ഇവിടെ 4 മണിക്ക് 5 മണിയൊക്കെ ആകുമ്പോൾ ഇവിടെ എത്തി നമ്മൾ കുറച്ച് ഈ ഹോട്ടലിൻ്റെ പരിസരം ഒന്ന് എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രസമല്ലേ കാണാൻ? ബെല്ല വിസ്റ്റ ഇതൊരു മസ്റ്റ് എന്താ പറയുക, ലങ്കാവിയിൽ താമസിക്കാൻ പറ്റിയ അടിപൊളി ഒരു റിസോർട്ടുകളൊന്നും കേട്ടോ. പൂളുണ്ട്, പക്ഷെ പൂള് നമുക്കന്ന് ആക്സസിബിൾ ആയിരുന്നില്ല, കംപ്ലൈൻറ്റ് എന്തോ ഒരു മെയിൻ്റെനൻസിൻ്റെ ഭാഗമായിട്ട്. അതിൻ്റെ സൈഡിൽ ഇതൊക്കെ നല്ല അടിപൊളി കടൽ, ഫുള്ള് കടൽ, കപ്പലുകളൊക്കെ അവിടെ കൂട്ടിയിട്ടുണ്ട്. കൂട്ടിയിട്ടേക്കല്ല, അവിടെ പാർക്ക് നങ്കൂരിട്ട് ആങ്കർ ചെയ്ത് കിടക്കുന്നു. അങ്ങനെ നമ്മൾ വൈകിട്ടായി, നമ്മളൊരു നൈറ്റ് മാർക്കറ്റ് എക്സ്പ്ലോർ ചെയ്യാൻ അറിയുക. ഫുഡ് മാത്രം, വേറെ ഒന്നും ഇവിടെ പ്രത്യേകിച്ചില്ല. നമ്മളിവിടെ ഫുഡ് ഓരോന്ന് കണ്ടിട്ട് ഇറങ്ങും. നമ്മുടെ നാട്ടിലെ മറ്റേ ഇതില്ലേ, ഈന്തപ്പഴം തോന്നുന്നുണ്ട് ഇഷ്ടം. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇവിടെ എല്ലാ കച്ചവടം ചെയ്യുന്നത് പെണ്ണുങ്ങളാണ്, സ്ത്രീകളാണ്. നമ്മുടെ നാട്ടിലെ സ്ത്രീകൾ ഇങ്ങനെ നൈറ്റ് മാർക്കറ്റിൽ കച്ചവടം ചെയ്യാൻ തന്നെ വളരെ കുറവല്ലേ. ഇവിടെ ഒരു ഇതൊക്കെ ഞാൻ കണ്ടുള്ള ഒരു എല്ലാ സ്റ്റോളിലും സഹായിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ 2-3 പേര് ബാക്കിലുണ്ടെങ്കിലും ഫ്രണ്ടിൽ മെയിൻ ആയിട്ടുള്ള ഒരുവിധം സ്റ്റോളുകളിലൊക്കെ പെണ്ണുങ്ങൾ തന്നെയാണ്. ഈ കേക്കുകളുടെ ഒരു സെറ്റപ്പ് കുറെ ഉണ്ട്, നമുക്ക് മനസ്സിലാവില്ല. നമുക്ക് കുറെ മനസ്സിലാവാത്ത കുറെ ഐറ്റംസ് ഇതൊക്കെ ഉണ്ട്. എന്താ ചെസ്റ്റ്നട്ടാന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ കുറെ സാധനങ്ങൾ, അതേപോലെ നൂഡിൽസുകൾ, മുട്ട ഓംലെറ്റ് സ്പെഷ്യൽ രീതിയിൽ ചെയ്ത് വെച്ചുള്ളത്, ഇതൊക്കെ നൂഡിൽസുകളുണ്ട്. ഇത് കുറെ മറ്റേ റിങ്കറ്റാണ് ഇവിടുത്തെ നോട്ട്, അപ്പൊ ആ റിങ്കറ്റും പൈസയൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. കൂടുതലും വിൽക്കാനും മേടിക്കാനും ഒക്കെ പെണ്ണുങ്ങൾ തന്നെയാണ് കൂടുതൽ. മലയ സ്ത്രീകൾ തന്നെയാണ് എല്ലാ പരിപാടിയും ഹാൻഡിൽ ചെയ്യുന്നത്. ചിക്കന്റെ പരിപാടികളാണ്, ചിക്കൻ ബാർബർക്യൂം പരിപാടി, ബാർബിക്യൂ, ഇങ്ങനെ ബാർബർക്യൂ എന്ന് പറഞ്ഞു. നല്ല ഫ്രഷ് മീനുകൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവരെങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ കട്ടി നമുക്ക് ഉണ്ടാക്കി തരും. നമ്മുടെ ദോശ പോലത്തെ ഒരു സാധനമൊക്കെ ഇരിക്കുന്നുണ്ട്. എല്ലാം കൂടി കഴിക്കൽ എളുപ്പമല്ല. ഞാൻ ഈ സാധനം ഒന്ന് ട്രൈ ചെയ്തു. കുഞ്ഞ് ക്രാബില്ലേ, സ്മോൾ ക്രാബില്ലേ, ഞണ്ട്, ചെറിയ ഞണ്ട്, പിന്നെ ഇത് ചെമ്മീൻ, ചെറിയ ക്രാബ് ഇട്ടാൽ നമുക്ക് വേറെ ഒന്നും ചെയ്യണം, പോപ്കോൺ തിന്നണ പോലെ കഴിച്ചു തന്നെ, വേറെ ഒന്നും ചെയ്യണ്ട. വെറുതെ പോപ്കോൺ നമ്മളിങ്ങനെ വെറുതെ ഇങ്ങനെ ചവച്ചരച്ച് തിന്നില്ല, അതേപോലെ ഞണ്ട് നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പോവുകയാണെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്തോളാം. നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനത്തെ ഐറ്റംസ് നമുക്ക് കിട്ടില്ല. അപ്പൊ ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഐറ്റംസ് ട്രൈ ചെയ്യാൻ എല്ലാവരും ശ്രമിക്കും. ജ്യൂസൊക്കെ കുടിച്ച് കുറെ നടന്നപ്പോൾ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പൊ ഒരു ജ്യൂസൊക്കെ കുടിച്ച് ദാഹം അകറ്റുന്ന സീനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല ടേസ്റ്റുള്ള ജ്യൂസ് ആയിരുന്നുണ്ടോ? പല ഫ്ലേവറിലുള്ള ജ്യൂസുകളുണ്ട്. നമ്മുടെ കോഴിമുട്ട കണ്ടെങ്കിൽ എടുത്ത് ഇങ്ങനെ ഒരു ദിവസം ഷൂട്ട് ചെയ്യാനുള്ളത്. നൈറ്റ് ഇവിടെ 7:30 അതിൻ്റെ ഏകദേശം സമയം, എന്നിട്ടും ഫുൾ ഇരുട്ടായിട്ടില്ല കണ്ട. ഇഷ്ടംപോലെ ആൾക്കാർ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നതാണ്. നമുക്ക് പിന്നെ കുറച്ച് ക്ഷീണമുള്ള കാരണം കുറെ നേരം ഇവിടെ നിന്നില്ല. കുറെ നേരം ഒന്നുമില്ല, ഏകദേശം 1-2 മണിക്കൂർ നേരം ഇവിടെ എക്സ്പ്ലോർ ചെയ്തു. നൈറ്റ് ആയിട്ടും ഇരുട്ടിനൊന്നും ലൈറ്റൊക്കെ കിട്ടണം, ഇരുട്ടുണ്ടായിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ഡിന്നറിന്റെ പരിപാടി. വേറെ ഒന്നും, ടോം യം സൂപ്പ് ഇല്ലേ, നമ്മളെല്ലാവരും കേട്ടിട്ടില്ലേ, തായ്ലാൻഡിലെ സ്ക്വിഡൊക്കെ ഇട്ടിട്ടുള്ള ടോം യം സൂപ്പ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി സൂപ്പ്. അത് നമ്മൾ ക്ഷീണിച്ചിരിക്കുമ്പോഴേ നല്ല ചൂട് സൂപ്പ് കുടിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ. ടേസ്റ്റ് എന്താ പറയാ, നമുക്കൊരു ഒരു എനർജിയുടെ ഒരു വരും. ടോം സൂപ്പ് മസ്റ്റ് സാധനം ഉണ്ടാവും. ഡേ 2 ആയി. നമ്മൾ ഇന്ന് ഒരു ഐലൻഡ് ഹോപ്പിംഗ് എന്നുള്ള ഒരു പരിപാടിയാണ്. ഇവിടെ കുറെ 99 ഐലൻഡുകളാണ് ഉണ്ട്. അതിൽ 4 ഐലൻഡിലാണ് ആൾക്കാർ താമസിക്കുന്നത്. അതിലെ 2-3 ഐലൻഡിലേക്കാണ് നമ്മൾ പോകുന്നത്. ടൂറിസത്തിന്റെ ഭാഗമായിട്ടുള്ള ഇത് ഇവിടുത്തെ ഒരു പരിപാടിയാണ്. നമ്മളിവിടുന്ന് സ്പീഡ് ബോട്ടിൽ ഓരോ ഐലൻഡിലേക്കും നമ്മൾ പോകും. അവിടെ കുറച്ച് ചെറിയ ആക്ടിവിറ്റീസ് ഒക്കെ. ഇപ്പോൾ സ്പീഡ് ബോട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ചെറിയൊരു, എന്നും എല്ലായ്പ്പോഴും പറയുന്ന പോലെ ചെറിയൊരു പേടിയുണ്ട് സ്പീഡ് ബോട്ടിൽ പോകുമ്പോൾ. പക്ഷെ അമ്മാതിരി സ്പീഡിലാണ് പോകണം കേട്ടോ. അത് ഇടയ്ക്ക് ഇവരിയാൾ ഇങ്ങനെ ഒരു ഇതിൻ്റെ ചാടിക്കലുണ്ട്. നമ്മുടെ കിളി ഒന്ന് പറന്ന് പോവും. എന്താ പറന്നു പോയി കിളി തിരിച്ചു വരാൻ കുറച്ച് സമയം എടുക്കും. ബാക്കി എൻ്റെ ഇരിപ്പ് കണ്ടോ, എൻ്റെ പേടിക്കുന്ന ഇരിപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് അവരെടുത്ത് ഞാൻ പേടിച്ചിരിക്കുന്നത്. ഇവർക്കൊന്നും ആർക്കും ഒരു പേടി കാണാനില്ല. എനിക്ക് മാത്രമാണ് ഒരു പേടി പറയുള്ളൂ. നല്ല സ്പീഡിലോട്ട് പോണേ. ഇതൊരു ശരിക്കൊരു അനുഭവം തന്നെയായിരുന്നു. ഫുള്ള് ഇങ്ങനെ പാറക്കെട്ടുകളുടെ ഇടയ്ക്ക് ഞങ്ങളങ്ങനെ ഇവിടുത്തെ ഒരു ഐലൻഡിലെത്തി. എന്താ ബസാൻ ഐലൻഡ്, അങ്ങനെ എന്തോ ഒരു. ഇവിടെ ഡ്രസ്സ് മാറാനുള്ള ക്യാബിനുകളും എല്ലാം ഉണ്ട്. ഇവിടെ എന്താ പറയുക, നല്ല തരി മണ്ണ്, നല്ല വൃത്തിയുള്ള ഐലൻഡ്, അത് പറയണല്ലോ. ഇവിടെ നമുക്ക് കളിക്കാം കുറച്ച് നേരം. ഏകദേശം ഒരു 3/4 മണിക്കൂർ നേരം നമ്മൾ ഈ ഐലൻഡിൽ സ്പെൻഡ് ചെയ്തു. ഫോട്ടോ എടുക്കുക, വെറുതെ ഇങ്ങനെ എടുക്കുക, അത്രേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് ആക്ടിവിറ്റീസ് ഒന്നും ഇല്ല ഇവിടെ. നമ്മളിങ്ങനെ റിലാക്സ്ഡ് ആയിട്ട് കിടക്കുക. കണ്ടില്ലേ ചെക്കനൊക്കെ കണ്ട് വെള്ളത്തിൽ കളിക്കുന്ന കണ്ടില്ലേ.
റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുക. ഇതൊരു പോണ വഴിക്ക് ഒരു ഈഗിൾ ഫീഡിംഗ് എന്നുള്ള പരിപാടിയാണ്. നമ്മൾ ഒരു മീനൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഫുൾ ആ മരത്തിൻ്റെ മുകളിൽ ഫുൾ ഈഗിൾസ് ആണ്. അവർ വന്നിട്ട് അത് എടുക്കുന്ന കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈഗിൾ ഫീഡിംഗ് എന്നുള്ളൊരു ഐറ്റമാണ്. പിന്നെ നമ്മളത് വേറൊരു ഐലൻഡിലേക്ക് എത്തി. ഈ ഐലൻഡ് പേര് എനിക്ക് ഇത് കടലല്ല, സീയല്ല, ഇത് ഫ്രഷ് വാട്ടർ ഐലൻഡാണ്. ഇതിൽ ആക്ടിവിറ്റീസ് മുഴുവൻ ഫ്രഷ് വാട്ടർ ഐലൻഡാണ്. ഇത് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കേട്ടോ. നമ്മൾ നടന്ന ഒരു കാടിൻ്റെ ഉള്ളിൽ കൂടെ നടന്നിട്ട് വേണം നമ്മൾ ആ സ്പോട്ടിലേക്ക് എത്താൻ. നടന്നു പോകാൻ 2 സൈഡിലും മരങ്ങളും ഇതൊക്കെ നല്ല അടിപൊളി വഴിയാണ്. നമ്മൾ അതിരപ്പള്ളിക്കൊക്കെ ഇറങ്ങി പോണ വഴിയില്ലേ, അതുപോലത്തെ ഒരു വഴി. അതാ നമ്മൾ അവിടെ എത്തി. ഇനി ഇതിൽ നമ്മൾ ലൈഫ് ജാക്കറ്റ് ഇട്ടിട്ട് എല്ലാവരും ഇവിടെ ആ വെള്ളത്തിൽ ചാടും. ഇപ്പോൾ പ്രത്യേകിച്ച് താവൊന്നുമില്ല. ഒരുവിധ ആൾക്കാരെല്ലാവരും ലൈഫ് ജാക്കറ്റ് ഇട്ടാണ് ചാടണത്. കണ്ടാ നമ്മുടെ ചെക്കൻ നീന്തൽ അറിയുന്നതിൻ്റെ ആവശ്യം കാണിക്കുന്നുണ്ട. അങ്ങനെ ആ പരിപാടി കഴിഞ്ഞു. നമ്മൾ പിന്നെ ലങ്കാവിയിൽ നമ്മളെല്ലാം ലങ്കാവിയുടെ ഫോട്ടോ ഒക്കെ കാണുമ്പോൾ ആദ്യം കാണുന്ന സംഭവമായിരിക്കും ഇത്. ഈഗിള്. ലങ്കാവിയിലെ ഭയങ്കര സൈസുള്ള ഈഗിള്. പ്രത്യേകിച്ചൊന്നുമില്ല, ഒരു ഈഗിൾ, വലിയൊരു ഈഗിളിൻ്റെ സ്റ്റാച്ചു ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. അവിടെ നിന്ന് ഫോട്ടോ എടുക്കുക. അതൊരു ടൂറിസം ആക്ടിവിറ്റിയാണ്. എത്ര ആൾക്കാർ അത് കാണാൻ വരുന്നതെന്നറിയോ? നമ്മൾ പണ്ട് നമ്മുടെ നാട്ടിലൊരു വല്ലഭായ് പട്ടേലിൻ്റെ പ്രതിമ ഉണ്ടാക്കിയപ്പോൾ എല്ലാവരും കൊടുന്ന് ബഹളം വെച്ചില്ലേ? പക്ഷെ ഇതൊരു നോക്കിയൊക്കെ എത്ര ആൾക്കാർ ഈ സ്പോട്ട് കാണാൻ, എന്തൊക്കെ അതാ. അപ്പോൾ ആ പരിപാടി കഴിഞ്ഞു. നമ്മൾ നേരെ ഉച്ചഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നു. ലഞ്ച് പോർക്ക് ഒരു റൈസാണ് നമ്മൾ കഴിക്കുന്നത്. പോർക്ക് ഇങ്ങനെ ബാർബക്യൂ ചെയ്ത് അതും കുറച്ച് റൈസും പിന്നെ അവരുടെ ഒരു സൂപ്പും ഒരു ചമ്മന്തി പോലത്തെ ഒരു സാധനം തരും. പിന്നെ ചിക്കൻ്റെ റൈസും പോർക്കിൻ്റെ റൈസും, ഇത് രണ്ടുമാണ് നമ്മൾ മേടിച്ചത്. സൂപ്പർ ടേസ്റ്റ് കേട്ടോ. വിശന്നിട്ടാണോന്ന് അറിയില്ല, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഞാനൊക്കെ ആദ്യം കണ്ടപ്പോൾ എനിക്കൊരു താല്പര്യക്കുറവുണ്ടായിരുന്നു, പക്ഷെ കഴിച്ചപ്പോൾ അടിപൊളി. അങ്ങനെ ആ പരിപാടിയും കഴിഞ്ഞു. നമ്മൾ വൈകിട്ടൊരു അടുത്തൊരു ചെനാങ് ബീച്ച് എന്ന് പറഞ്ഞൊരു ബീച്ചിലേക്ക് പോവാണ്. അപ്പോൾ ബീച്ചിലെത്തിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ വഴി കണ്ടപ്പോൾ എനിക്ക് എന്താ പറയുക, ഒന്ന് എടുക്കാൻ തോന്നി. കാരണം നല്ല രസമുള്ള വഴി, 2 സൈഡും നല്ല അടിപൊളിയായിട്ടുള്ള എന്താ പറയുക വഴി. അപ്പോൾ നമ്മളിത് ചെനാങ് ബീച്ചിലെത്തി. അപ്പോൾ അധികം ഇരുട്ടായിട്ടില്ല. അപ്പോൾ നമുക്ക് കുറച്ച് ബീച്ചിലെ കുറച്ച് കാഴ്ചകളും പിന്നെ ഇവിടുന്ന് കുറച്ച് സീ ഫുഡൊക്കെ നമുക്ക് കഴിക്കണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ നേരത്തെ വന്നില്ല. അപ്പോൾ ഇവിടെ ഇഷ്ടം പോലെ, പക്ഷെ വേറെ ഇവിടുത്തെ പട്ടായ പോലത്തെയും അല്ല ബാങ്കോക്കിൽ അവിടെ തിരക്കില്ല, ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഇതാണ്, ബീച്ചാണ്. കുറേ സീ ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ. പാരാഗ്ലൈഡിങ്ങും എല്ലാ പരിപാടികളും ഇവിടെ ഉണ്ട്. അതൊക്കെ നമ്മളെല്ലാവരും ചെയ്യണ കാരണം നമുക്കതിൽ വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. നമ്മൾ കുറച്ച് നേരം ബീച്ചിലൊക്കെ ഇങ്ങനെ കറങ്ങി നടന്ന് ബീച്ചൊക്കെ ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് വേറെ പ്രത്യേകിച്ച് ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യാതെ അങ്ങനെ വെറുതെ ഇങ്ങനെ ഇരിക്കും. രാത്രിയായപ്പോൾ ബീച്ചിൽ ഫുള്ള് മറ്റേ ഫയർ എസ്കേപ്പും ഫയർ ഡാൻസും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ഇത് ഫ്രീ ആണ്. നമ്മൾ സീ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നേക്കണം. കവറൊക്കെ ഇട്ടിട്ട് വേണം കഴിക്കാൻ. സീ ഫുഡ് പ്ലേറ്ററാണ് നമ്മൾ ഓർഡർ ചെയ്തുള്ളത്. അതിലെല്ലാ ഐറ്റംസും ഉണ്ടാവും. പ്രത്യേകിച്ച് വേറെ ഓരോന്നും മേടിക്കേണ്ട കാര്യമില്ല. അപ്പം അതിലെല്ലാം ഉണ്ട്. സ്ക്വിഡ്, കക്ക മീൻസ് ഷെല്ല്, എല്ലാ സാധനങ്ങളും ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പറയാതിരിക്കാൻ വയ്യ, നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു. സ്ക്വിഡ് എൻ്റെ ഒരു ഫേവറേറ്റ് ആണ്, എൻ്റെ ഒരു വീക്ക്നെസ് ആണ്. അങ്ങനെ ഫുഡ് അടി കഴിഞ്ഞു. നമ്മുടെ ക്യാബ് നോക്കി നിൽക്കുന്നു. നമ്മൾ നേരെ എവിടേക്ക് റൂമിലേക്ക്. അങ്ങനെ പിറ്റേ ദിവസം നമ്മൾ നേരെ കോലാലംപൂർ ലങ്കാവി എയർപോർട്ടിലെത്തി. തിരിച്ചും ഇവിടേക്ക് പോകുന്നു, കോലാലംപൂർ പോകുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമുക്ക് കോലാലംപൂർ കാണാം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, താങ്ക് യു.